പാലക്കാട് ദേശീയപാത കരിമ്പ ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. പിക്കപ്പ് വാനും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരിപ്പോൾ സമീപത്തെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, അപകട വാർത്ത ഈ മഴ കൂടി പെയ്തതോടുകൂടി വിവിധ ഇടങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്. പാലക്കാട് ദേശീയപാതയിൽ ഈ കരിമ്പ ജംഗ്ഷനിലുണ്ടായ വാഹന അപകടം, ആ അപകടത്തിന്റെ ഒരു കാരണം എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണ്? ഈ മോശം കാലാവസ്ഥ തന്നെയാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? ആളുകളുടെ സ്ഥിതി എങ്ങനെ? അതായത് ഇന്ന് 12:15 പുലർച്ചെ 12:15 ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ പരിക്ക് പറ്റിയവരുടെ അവരുടെ നിലയിൽ ആശങ്കയില്ല. അവർ കൂടുതൽ ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:15 രാത്രിയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി പല സമയത്തും ഈ മേഖലയിൽ കരിമ്പയിലൊക്കെ തന്നെ മഴ പെയ്തിരുന്നു. ഒരുപക്ഷെ അപ്പോൾ റോഡ് തെന്നി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ പിക്കപ്പ് വാനിന് മുന്നിലേക്ക് ലോറി വരുന്നതും വാഹനാപകടം ഉണ്ടാകുന്നതും. ഏതായാലും ഈ പരിക്ക് പറ്റിയവരുടെ ഗൗരവമുള്ളതാണ്. ഈ പരിക്കേറ്റവരുടെ പരിക്കെത്രത്തോളം ഗൗരവമുള്ളതാണ്? എല്ലാവരും ഈ വാനിലുണ്ടായിരുന്ന ആളുകളാണോ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്? അതായത് ഈ വാനിൽ ഉണ്ടായിരുന്നവരാണ് ഉണ്ടായിരുന്നത്. പിക്കപ്പ് വാനിന്റെ പിന്നിലായി ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർ സുധീഷിനാണ് അല്പം കൂടുതൽ പരിക്കേറ്റത്. അയാളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെയും ആരോഗ്യനിലയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയും ഒരു പ്രധാന കാരണമായി വരുന്നുണ്ട്. കാരണം ഈ പലപ്പോഴും ഈ പെട്ടെന്ന് വാഹനങ്ങൾ ബ്രേക്ക് ഇട്ടാൽ കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്.